ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു വേൾഡ് ഓഫ് ലേണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈസി ഇംഗ്ലീഷിൻ്റെ 3ാമത്തെ ക്ലാസ് ആണ്. അതായത് ഡെയിലി യൂസിങ് ഇംഗ്ലീഷ് സെൻറ്റൻസസ്, മലയാളത്തിലുള്ള സെൻറ്റൻസ് എങ്ങനെ ഇംഗ്ലീഷ് സെൻറ്റൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. അതിലൂടെ നിങ്ങൾക്ക് സുഖമായിട്ട് ഇംഗ്ലീഷ് പഠിക്കാനും ഇംഗ്ലീഷ് കോൺഫിഡൻ്റ് ആയിട്ട് പറയാനും നമ്മുടെ മലയാളത്തിലുള്ള കാര്യങ്ങൾ എങ്ങനെ ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യാന്നുള്ളതും ക്ലിയർ ആയിട്ട് ഐഡിയ കിട്ടും. അപ്പോൾ ഇതിനു മുമ്പുള്ള വീഡിയോസ് കാണാത്തവർ കാണുക, അതിനുശേഷം ഈ വീഡിയോ കാണുക. ഒരു സെൻറ്റൻസ്, നമ്മളൊരു സ്ഥലത്ത് പോവുകയാണ്. അപ്പം നമ്മൾ അടുത്ത കൂടെയുള്ള ഒരാളോട് ചോദിക്കുകയാണ്, ഞാനൊരു ഓട്ടോ വിളിച്ചുകൊണ്ട് വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾക്ക് അതെങ്ങനെ ചോദിക്കാം? മേ ഐ ഗെറ്റ് ആൻ ഓട്ടോ? മേ ഐ ഗെറ്റ് ആൻ ഓട്ടോ? ഓക്കെ. നെക്സ്റ്റ് സെൻറ്റൻസ്, ഒരു കാലിത്തിരി നീക്കി വെക്കാമോ? നമ്മൾ അടുത്തിരിക്കുന്ന ഒരാളോട് ഒരു പെർമിഷൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ കാലൊന്ന് ഇത്തിരി നീക്കി വെക്കാമോ എന്ന് ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും? വുഡ് യു പ്ലീസ് ഹോൾഡ് യുവർ ലെഗ്സ് എ ബിറ്റ് എഫാർ? വുഡ് യു പ്ലീസ് ഹോൾഡ് യുവർ ലെഗ്സ് എ ബിറ്റ് എഫാർ? ഈ പേന തെളിയുന്നില്ല. നമ്മളൊരു കംപ്ലൈൻ്റ് ആയിട്ട് പറയുകയാണ്, ഈ പേന എത്ര ശ്രമിച്ചിട്ടും തെളിയുന്നില്ല. അത് നമ്മളെങ്ങനെ പറയും? ദിസ് പെൻ ഡസൻറ്റ് റൈറ്റ്. ദിസ് പെൻ ഡസൻറ്റ് റൈറ്റ്. ഞങ്ങൾ 5 മിനിറ്റ് കഴിഞ്ഞ് വരാം. നിങ്ങൾ ഒന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം, ഞങ്ങൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വരാം. അതെങ്ങനെ പറയാം നമുക്ക്? വി ഷാൽ കം 5 മിനിറ്റ്സ് ലേറ്റർ. വി ഷാൽ കം 5 മിനിറ്റ്സ് ലേറ്റർ. താങ്കളുടെ ടിക്കറ്റ് ഞാൻ എടുത്തോളാം. ഇപ്പം നമ്മളിപ്പം സിനിമയ്ക്ക് പോകാൻ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ബസ്സിൽ യാത്ര ചെയ്യാണ്. അപ്പോൾ നമ്മൾ കൂടെയുള്ള ആളോട് നമ്മൾ പറയാണ്, നിങ്ങളുടെ ടിക്കറ്റ് ഞാൻ എടുത്തോളാം. എങ്ങനെ നമ്മൾ പറയും? ഐ ഷാൽ ടേക്ക് യുവർ ടിക്കറ്റ്. ഐ ഷാൽ ടേക്ക് യുവർ ടിക്കറ്റ്. എൻ്റെ അച്ഛനും അമ്മയും എന്നെ വഴക്ക് പറയും. എൻ്റെ അച്ഛനും അമ്മയും എന്നെ സാധാരണയായിട്ട് വഴക്ക് പറയാറുണ്ട്. ആ ഒരു സെൻറ്റൻസ് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യാം? മൈ പാരൻസ് വിൽ സ്കോൾ മീ. മൈ പാരൻസ് വിൽ സ്കോൾ മീ. ഓക്കെ. ഇവിടെ വില്ല് എന്നുള്ളതിൻ്റെ മീനിങ് എന്താണ്? ചെയ്യും എന്നുള്ള മീനിങ്ങാണ്. അവർ പറയും, അല്ലെങ്കിൽ നമ്മൾ ചെയ്യും. ഐ വിൽ ഗോ ടുമാറോ. ഞാൻ നാളെ പോകും. നമ്മൾ ചെയ്യും എന്നുള്ളൊരു മീനിങ്ങിലാണ് നമ്മൾ വില്ല് യൂസ് ചെയ്യുക. സോ ഞാൻ നാളെ വരില്ല. ഞാൻ നാളെ വരില്ല. ഐ വോണ്ട് കം ടുമാറോ. ഐ വോണ്ട് കം ടുമാറോ. അതായത് ഐ വിൽ പ്ലസ് നോട്ടാണ് കേട്ടോ വോണ്ട്. അതായത് ഞാൻ നാളെ വരില്ല. ഞാൻ വരും എന്നാണെങ്കിൽ എങ്ങനെ പറയും? ഐ വിൽ കം ടുമാറോ. ഞാൻ നാളെ വരില്ല, അതിൻ്റെ നെഗറ്റീവ് സെൻറ്റൻസ് ആവുന്ന സമയത്ത് ആ വില്ലിൻ്റെ കൂടെ നമ്മൾ നോട്ട് ചേർക്കുമ്പോൾ അത് വോണ്ടായി മാറും. അപ്പോൾ നമ്മളെങ്ങനെ പറയും? ഐ വോണ്ട് കം ടുമാറോ. നിങ്ങൾ എപ്പോൾ വരും? അത് നിങ്ങൾക്ക് എപ്പോഴാണ് കൺവീനിയൻ്റ് ആയ സമയം? എപ്പോൾ എന്നുള്ള മീനിങ്. വെന്നാണ് അപ്പം നമ്മളവിടെ ക്വസ്റ്റ്യൻ വേർഡായിട്ട് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് വരിക? വെൻ വിൽ യു കം? വെൻ വിൽ യു കം? ക്വസ്റ്റ്യൻ ആക്കുന്ന സമയത്ത്, ഒരു സെൻറ്റൻസ് ക്വസ്റ്റ്യൻ ആക്കുന്ന സമയത്ത് എന്ത് ക്വസ്റ്റ്യൻ വേർഡാണോ വേണ്ടത് അതെടുത്തിട്ട് ഫസ്റ്റ് ഇടുക. പിന്നെ ഓക്സിലറി വെർബ് ഉപയോഗിക്കുക. ഓക്സിലറി വെർബ് എന്ന് പറഞ്ഞാൽ ക്യാന്, വില്ല്, ഷുഡ് അതുപോലെയുള്ള ഓക്സിലറി വെർബ്സ് യൂസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സബ്ജക്റ്റും വെർബ് യൂസ് ചെയ്യുക കേട്ടോ. സോ നിങ്ങൾ എന്നെ എത്ര സമയം കാത്തു നിൽക്കും? എത്ര സമയം കാത്തു നിൽക്കും? എത്ര സമയം എന്നുള്ളതാണ് നമുക്കവിടെ ക്വസ്റ്റ്യൻ വേർഡ് വരിക. അപ്പോൾ എങ്ങനെ വരും? ഹൗ ലോങ് വിൽ യു വെയിറ്റ് ഫോർ മീ? ഹൗ ലോങ് വിൽ യു വെയിറ്റ് ഫോർ മീ? ഓക്കെ. നിങ്ങൾ നാളെ വരണം. അത് ഒരു നിർബന്ധമായ കാര്യം പറയുകയാണ്, നിങ്ങൾ നാളെ എന്തായാലും വരണം. യു മസ്റ്റ് കം ടുമാറോ. അങ്ങനെ ഒരു നിർബന്ധമായ കാര്യം പറയുന്നതിനാണ് നമ്മൾ മസ്റ്റ് ഉപയോഗിക്കുക. ഇപ്പോൾ ക്ലാസ് റൂമിലൊക്കെ ആണെങ്കിൽ യു മസ്റ്റ് ബ്രിങ് യുവർ ഇംഗ്ലീഷ് ബുക്ക് ടുമാറോ. നിങ്ങൾ നാളെ നിർബന്ധമായും നിങ്ങളുടെ ഇംഗ്ലീഷ് ബുക്ക് കൊണ്ടുവരണം. ഓക്കെ. സോ നിങ്ങൾക്ക് പോകാം. നിങ്ങൾക്ക് പോകാം. യു മേ ഗോ. നമ്മളതൊരു പെർമിഷൻ കൊടുക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് പോകാം. യു മേ ഗോ. താങ്കൾ അവിടേക്ക് പോകരുത്. അതൊരു ഇൻസ്ട്രക്ഷനും വാർണിങ്ങും കൂടിയാണ്. താങ്കൾ അവിടേക്ക് പോകരുത്. എങ്ങനെ പറയാം? യു മസ്റ്റ് നോട്ട് ഗോ ദേർ. യു മസ്റ്റ് നോട്ട് ഗോ ദേർ. ഗോ ദേർ അല്ല, ഗോ ദേർ ആണ് കേട്ടോ. GO മാത്രമാണ്. ഓക്കെ. അതെ. ഞാൻ എപ്പോഴാണ് വരേണ്ടത്? ഞാൻ എപ്പോഴാണ് വരേണ്ടത്? വെൻ ഷുഡ് ഐ കം? വെൻ ഷുഡ് ഐ കം? എനിക്ക് എന്നെ ഒരു പ്രാവശ്യം കൂടി അങ്ങനെ വിളിക്കാൻ ധൈര്യമുണ്ടോ? അതായത് നമ്മൾ ഒരാളോട് ഒരു വേർഡ് അവർ നമ്മളെ വിളിച്ചിട്ട് അത് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പം നമ്മൾ അവരോട് പിന്നെ ചോദിക്കും, നീ ഒരു പ്രാവശ്യം കൂടി എന്നെ അത് വിളിക്കുമോ? നിനക്ക് അതിനുള്ള ധൈര്യം ഉണ്ടോ എന്ന് നമ്മളെങ്ങനെ ദേഷ്യത്തോടെ തന്നെ ചോദിക്കും. ഡു യു കോൾ മീ സോ വൺസ് മോർ?
ഡേ യു കോൾ മീ സോ വൺസ് മോർ. എന്നെ ചോദ്യം ചെയ്യുവാൻ മാത്രം നീ വളർന്നോ? അതെങ്ങനെ നമുക്ക് ചോദിക്കാം? ഹൗ ഡേ യു ക്വസ്റ്റ്യൻ മീ, ഹൗ ഡേ യു ക്വസ്റ്റ്യൻ മീ. സോ ആ ഡെയർ എന്നുള്ള വേർഡ്, അതായത് നിനക്ക് ധൈര്യമുണ്ടോ, നിനക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നൊരു വാണിങ്ങോട് ചോദിക്കുന്നതിനാണ് നമ്മൾ ആ ഡെയർ യൂസ് ചെയ്യുക കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ. ഞങ്ങൾ എല്ലാ ദിവസവും പാർക്കിൽ വെച്ച് കാണാറുണ്ടായിരുന്നു. വി യൂസ്ഡ് ടു മീറ്റ് അറ്റ് ദ പാർക്ക് എവറി ഡേ. വി യൂസ്ഡ് ടു മീറ്റ് അറ്റ് ദ പാർക്ക് എവറി ഡേ. ഇവിടെ യൂസ്ഡ് ടു എന്നുള്ള ഒരു ഫ്രേസിൻ്റെ യൂസേജാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. യൂസ്ഡ് ടു എന്നുള്ളത് നമ്മൾ സാധാരണയായിട്ട് ചെയ്യാറുള്ള കാര്യങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ്ഡ് ടു യൂസ് ചെയ്യുക. സോ നിങ്ങൾ മദ്യപിക്കുമായിരുന്നോ? ഡിഡ് യു യൂസ് ടു ഡ്രിങ്ക്? ഡിഡ് യു യൂസ് ടു ഡ്രിങ്ക്? അവൾ ആരോടും സംസാരിക്കാറില്ലായിരുന്നു. ഷി ഡിഡിൻ യൂസ്ഡ് ടു ടോക്ക് ടു എനിവൺ. ഷി ഡിഡിൻ യൂസ്ഡ് ടു ടോക്ക് ടു എനിവൺ. അതൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. യൂസ്ഡ് ടുവിൻ്റെ നെഗറ്റീവ് വരുമ്പോൾ അവിടെ നമ്മളവിടെ ഡിഡിൻറ്റ്, സംസാരിക്കാറുണ്ടായിരുന്നില്ല എന്നുള്ളൊരു മീനിങ്ങിലേക്ക്. ഓക്കെ, അധ്യാപക വിദ്യാർത്ഥികളുടെ കഴിവുകളെ മാനിക്കേണ്ടവരാണ്. അതായത് അധ്യാപകർ വിദ്യാർത്ഥികളുടെ കഴിവുകളെ മാനിക്കേണ്ടവരാണ്. ടീച്ചേഴ്സ് ഔട്ട് ടു അപ്രിഷ്യേറ്റ് എബിലിറ്റി ഓഫ് സ്റ്റുഡൻസ്. ടീച്ചേഴ്സ് ഔട്ട് ടു അപ്രിഷ്യേറ്റ് എബിലിറ്റി ഓഫ് ദി സ്റ്റുഡൻസ്. നിനക്ക് ക്ലാസ്സിൽ 1ാം സ്ഥാനത്ത് എത്തുവാൻ പറ്റും. ഒരു കോൺഫിഡൻസ് നൽകുന്ന ഒരു സെൻറ്റൻസ് ആണ്. നിനക്ക് എന്തായാലും കഴിയും എന്നുള്ളൊരു മീനിങ് ആണ്. യു ക്യാൻ ബിക്കം ഫസ്റ്റ് ഇൻ ദ ക്ലാസ്. യു ക്യാൻ ബിക്കം ഫസ്റ്റ് ഇൻ ദ ക്ലാസ്. ക്യാൻ്റെ മീനിങ് കഴിയും അല്ലെങ്കിൽ സാധിക്കും എന്നുള്ള മീനിങ് ആണ് കേട്ടോ. ഓക്കെ, അടുത്ത സെൻറ്റൻസ്. എനിക്ക് വേദന സഹിക്കാൻ പറ്റില്ല. നേരത്തെ കഴിയും എന്നുള്ളതാണെങ്കിൽ ഇവിടെ കഴിയില്ല, പറ്റില്ല എന്നുള്ള മീനിങ് ആണ്. ഐ കാൺട്ട് സഫർ പെയിൻ. ഐ കാൺട്ട് സഫർ പെയിൻ. കാണ്ട് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് അവിടെ സാധിക്കില്ല, കഴിയില്ല എന്നുള്ള മീനിങ് ഒക്കെയാണ് വരുന്നത്. സോ നെക്സ്റ്റ് വൺ. നിന്നെ കൂടാതെ എനിക്ക് ജീവിക്കാനാവില്ല. ഐ കാൺട്ട് ലീവ് വിത്തൗട്ട് യു. ഐ കാൺട്ട് ലീവ് വിത്തൗട്ട് യു. താങ്കൾക്ക് നാളെ വരുവാൻ പറ്റുമോ? ഇതിനി ക്വസ്റ്റ്യൻ മേക്കിംഗ് ആണ്. കാൻ വെച്ചിട്ട് ക്വസ്റ്റ്യൻ മേക്കിംഗ് വരുമ്പോൾ പറ്റുമോ എന്നുള്ള മീനിങ്ങിലേക്കാവും. താങ്കൾക്ക് നാളെ വരുവാൻ പറ്റുമോ? ക്യാൻ യു കം ടുമാറോ? ക്യാൻ യു കം ടുമാറോ? താങ്കൾക്ക് എപ്പോൾ വരുവാൻ പറ്റും? അതായത് ഒരു ക്വസ്റ്റ്യൻ വേർഡും കൂടി ഈ ക്യാനിന് മുമ്പിൽ യൂസ് ചെയ്ത് എങ്ങനെ വരും? വെൻ ക്യാൻ യു കം. വെൻ ക്യാൻ യു കം. സോ അവളെ ഞാൻ എങ്ങനെ ആശ്വസിപ്പിക്കാനാണ്? ഹൗ ക്യാൻ ഐ കൺസോൾ ഹെർ. ഹൗ ക്യാൻ ഐ കൺസോൾ ഹെർ. വീഡിയോ യൂസ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ദയവേത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലുമൊക്കെ അറിയെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.